ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബജ്ജിക്കായും ബജ്ജിമുളകുമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു ബജ്ജിയാണ് എടുത്തിട്ടുള്ളത്. ആ ബജ്ജിക്കായാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. തൊലി കളഞ്ഞ് വലിയ ബജ്ജിക്കായ ആയ കാരണം പകുതി നുറുക്കി അതിൽ നൈസായി അരിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ അതിലേക്ക് ചേർക്കാം. ഞാൻ ഈ മസാലയിലാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അത് കായിലേക്ക് പിടിക്കുന്ന കാരണം മസാലയിൽ ഉപ്പ്, മുളക്, അതുപോലെ ഗരം മസാല, കടലമാവ് എന്നിവ ചേർത്ത് സോഡാപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മസാല കൂട്ടാണ്. അതിലേക്ക് കായ ഓരോന്നായിട്ട് വെച്ച് നമ്മൾ പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് മുക്കി കോരിയിടാം. അപ്പുറത്തെ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഒരു സബോള, പച്ചമുളക്, ഇഞ്ചി, പച്ചമുളകും പോലെ പുതിനയും ഇതെല്ലാം വെച്ചിട്ടാണ്. അപ്പോൾ അതിപ്പത്ത് നിങ്ങൾക്ക് പുതിന അതുപോലെ പച്ചമുളക് ഇത് മാത്രം എടുത്താൽ മതി. പുതിനയും പച്ചമുളകും അതുപോലെ ഉപ്പും മുളകും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചമ്മന്തിയാവും. മുളക് പൊടി ഇടണമെന്നില്ല, പച്ചമുളക് എടുക്കണ കാരണം. അപ്പോൾ സബോളയും പച്ചമുളകും എടുത്താൽ മതി. പുതിനയും ഉപ്പും എടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി റെഡിയാവും. ഇതിലേക്ക് ഞാൻ മുളക് കീറിയിടുന്നുണ്ട്, ബജ്ജി മുളക്. അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബജ്ജി മുളകും ബജ്ജിക്കായും ഒരുമിച്ച് ഒരേ മസാല തന്നെയാണ് മുക്കി കോരി ഇടുന്നത്. അപ്പുറത്ത് ബജ്ജി മുളക് അരിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റും ഒക്കെ ചെയ്യാം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഓക്കെ, ബായ്.